വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുഖ്യൻ ധർമ്മടത്ത് മത്സരത്തിനായി ഇറങ്ങുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പിണറായിയെ നേരിടാൻ ശക്തനായ ജനപ്രിയനായ ഒരു നേതാവിനെ തന്നെയായിരിക്കും കോൺഗ്രസ് കളത്തിലിറക്കുക. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലായിരിക്കും ധർമ്മടത്തും ഇറങ്ങുക എന്നൊരു സൂചനയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും KPCCയോ കോൺഗ്രസ് നേതൃത്വമോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഷാഫി പറമ്പിലാണ് ധർമ്മടത്ത് മത്സരിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ സംശയിക്കേണ്ട, അതൊരു ചരിത്രമായിരിക്കും. കാരണം രണ്ട് പുലികളാണ് നേർക്കുനേർ മത്സരിക്കാൻ പോകുന്നത്. എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഷാഫി തന്റെ കരുത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിയെ എവിടെ നിർത്താനും കോൺഗ്രസ് നേതൃത്വത്തിന് സമ്മതമായിരിക്കും. കേരളത്തിൽ ഷാഫിയുടെ സ്വാധീനം ചെറുതല്ല. പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഏറെ സ്വീകാര്യനായ ഒരു നേതാവ് തന്നെയാണ് ഷാഫി. കൂടാതെ പിണറായി വിജയന്റെ ഓരോ അഴിമതിക്കെതിരെയും ഷാഫിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയതുകൊണ്ട് പിണറായിക്ക് ഈ തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി കടുപ്പമായിരിക്കും. നിലവിൽ ഷാഫി MP ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ഥാനം രാജിവയ്ക്കുമോ എന്ന സംശയമുണ്ട് എല്ലാവർക്കും. എന്നാൽ ഷാഫി അവിടെ മത്സരത്തിനിറങ്ങിയാൽ പിണറായി വിജയൻ അവിടെ നിലംപരിശാകുമെന്ന് യാതൊരു സംശയവും വേണ്ട. പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന സ്ഥാനം പിണറായി വിജയന് നഷ്ടപ്പെട്ടാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ജയിലിൽ പോകുമെന്ന അവസ്ഥയിലാണ് പിണറായി വിജയനുള്ളത്. കാരണം അത്രയ്ക്കുമാണല്ലോ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത്, മാസപ്പടി വിവാദം, അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ നീളുന്നു പിണറായി വിജയനെ കൊടുക്കാനുള്ള ലിസ്റ്റ്. അതേസമയം ഇപ്പുറത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരം പിടിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മിഷൻ 26ന്റെ ഭാഗമായി ബൂത്ത് തലത്തിൽ വോട്ടർ പട്ടിക കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ ശക്തമാക്കി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വമ്പൻ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയായിട്ടാണ് നേതൃത്വം കണക്കാക്കുന്നത്. പിണറായി വിജയന് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവില്ലെന്ന് CPM പറയുമ്പോൾ കോൺഗ്രസിൽ ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നുള്ള കരുത്തിലാണ് UDF പ്രവർത്തകർ. സത്യം പറഞ്ഞാൽ അത് LDFനെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് തന്നെ പറയാം. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പോലെ പിണറായിയുടെ ധർമ്മടവും അപ്രമാദിത്യമുള്ള ഇടമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു യുവ നേതാവ് അവിടെ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ മാറിമറിയുമെന്ന് തീർച്ചയാണ്. VD സതീശനെതിരെയുള്ള പുനർജനി കേസും സുധാകരനെതിരെയുള്ള കേസുകളും രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോൺഗ്രസ് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് VD സതീശനെ വേട്ടയാടുന്നത്. എന്നാൽ പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് കേസിലോ മകളുടെ മാസപ്പടി കേസിലോ CBI അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിലും പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടം ധർമ്മടത്ത് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തോൽവിയറിയുമോ, അതോ ഷാഫി പറമ്പിലിനെ പോലെ ഒരു കരുത്തനായ നേതാവിനെ വീഴ്ത്തി തന്റെ കോട്ട കാക്കുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.